തൂഫാൻ പദ്ധതി ലഹരി പദാർത്ഥങ്ങളുടെ, പ്രത്യേകിച്ച് മയക്കുമരുന്ന്, രാസലഹരി വസ്തുക്കളുടെയൊക്കെ ഒരു ഉൽപ്പാദനവും അതുപോലെ തന്നെ വ്യാപനവും ഉപയോഗവുമൊക്കെ തടയുക എന്നുള്ള ലക്ഷ്യത്തോടെ, നമുക്കറിയാം ഒരു ലഹരി മാഫിയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. നിങ്ങളിവിടെ ഉന്നയിച്ച ഒരു വിഷയം വളരെ പ്രസക്തമാണ്. നമുക്കറിയാം പലപ്പോഴും കേസുകളൊക്കെ പിടിക്കുമ്പോഴേ അത് ചെറിയ ക്വാണ്ടിറ്റി എന്നുള്ള പേരിൽ അത് രക്ഷപ്പെട്ടു പോകുന്ന, അല്ലെ പ്രതികളെ സഹായിക്കാനായിട്ട് ചില ഇടപെടലുകൾ, ബാഹ്യമായ ഇടപെടലുകളോ അല്ലെങ്കിൽ എവിടെ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെടുമ്പോഴുള്ള ചില ഇടപെടലുകൾ മൂലം അത് അവർ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അത് നമ്മളുടെ ഈ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ സമ്മേളനം, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ വളരെയധികം സാമാജികർ ഈ കാര്യം ഉന്നയിച്ചിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ഇങ്ങനൊരു ആവശ്യം കൊണ്ടുവന്നിട്ടുണ്ട്. ഏത് ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ പോലും അത് കൈവശം വയ്ക്കുകയോ അല്ലെങ്കിൽ അത് കണ്ടെടുക്കുകയോ ചെയ്താൽ അവരെ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ കർശനമായ നിയമ നടപടികൾ ഉണ്ടാകണമെന്ന് പറഞ്ഞ് അതിനാവശ്യമായ നിയമനിർമ്മാണം നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് ബഹുമാന്യനായ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ബഹുമാന്യനായ ആഭ്യന്തര വകുപ്പ് മന്ത്രി വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തലയും ഒരുപോലെ ഈ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിനാവശ്യമായ നിയമനിർമ്മാണം ഉണ്ടാകുമെന്നാണ് സർക്കാർ ഉറപ്പ് നൽകിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പം തന്നെ തൂഫാനിൽ എത്രയധികം കേസുകളാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ആ കേസുകൾ നമുക്ക് യാതൊരു ബാഹ്യ ഇടപെടലുകളുമില്ല. പ്രതികളെ രക്ഷപ്പെടുത്താനായിട്ട് ഒരു ബാഹ്യ ഇടപെടലും ഇല്ലാതെ പ്രതികളെ അവർക്കെതിരെ കേസും അതുപോലെ തന്നെ അറസ്റ്റും ഒക്കെ നടക്കുന്ന ഒരു സ്ഥിതിയാണ്. പ്രതികളെ രക്ഷപ്പെടുവാനായിട്ട് അനുവദിക്കില്ല. അതോടൊപ്പം തന്നെ ഇതിൻ്റെ വിവരങ്ങൾ നൽകുന്നവരെ അവരുടെ ആ ഒരു വിവരങ്ങൾ വെളിപ്പെടുത്തില്ല, അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തില്ല എന്നൊരു വസ്തുതയും കൂടെ നമ്മൾ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്.